everyone. അപ്പോൾ ഇന്ന് നമ്മൾ സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള ഈ ഒരു പോമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പോയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് അതിനുശേഷം നമ്മൾ പോയത്തിന്റെ അപ്രിസിയേഷനിലോട്ടാണ് കടക്കുന്നത്. അപ്പം സോ മച്ച് ഹാപ്പിനെസ് ബൈ നവമി ഷിഹാബ് നൈ. Life teaches us lessons, especially in sad and challenging times. Let's read a poem that offers such an understanding. അതായത് ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നത് വിഷമം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പം അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോം നോക്കാം എന്നാണ് പറയുന്നത്. സോ മച്ച് ഹാപ്പിനെസ് എന്നാണ് പോത്തിന്റെ പേര്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. അതായത് ഈ സന്തോഷം, അതും സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഒരുപാടധികം സന്തോഷം. ഇത്രയധികം സന്തോഷം ഇപ്പൊ എന്താ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നത്. കാരണം നമുക്ക് അറിയില്ല ഇത്രയധികം സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത്. വിത്ത് സാഡ്നെസ് ദർ ഇസ് സംതിങ് ടു റബ് അഗൈൻസ്റ്റ്, എ വൂണ്ട് ടു ടെൻറ്റ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. ഇപ്പോൾ ഒരു സാഡ്നെസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സാഡാണ് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയാം. അതായത് ഇവിടെ അതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു മുറിവിനായിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ട് എന്നുണ്ടെങ്കിൽ ലോഷനും ക്ലോത്തും എടുത്തിട്ട് ആ വൂണ്ടിനെ അഗെയിൻസ്റ്റ് റബ്ബ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരുപാട് സന്തോഷം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല. When the world falls in around you, you have pieces to pick up, something to hold in your hands like ticket, stubs or change. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകം തകർന്നു വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പല പല പീസസ് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അത് ടിക്കറ്റ്സ് ആയിരിക്കാം, സ്റ്റബ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചേഞ്ച് ആയിരിക്കാം, എന്തായാലും അതിനെടുക്കാം. അപ്പം ചുറ്റുമുള്ള ലോകം തകരുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ ലോകം തകർന്നതായിരിക്കണം എന്നില്ല. ഓരോരുത്തരും ജീവിക്കുന്ന അവരുടേതായ ഒരു കുഞ്ഞു ലോകമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു വലിയ വിഷമം ഉണ്ടായതുമായിരിക്കാം ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. അപ്പം വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ സന്തോഷം എന്താ ചെയ്യുക? സന്തോഷം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകും. ഇറ്റ് ഡസന്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. അത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് നിങ്ങളെ ആവശ്യമില്ല അതിനെ താഴെ പിടിച്ചു നിർത്താനായിട്ട്. ഇറ്റ് ഡസന്റ് നീഡ് എനിത്തിങ്. അതിന് ഒന്നിന്റെയും ആവശ്യമില്ല. ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു. അതായത് സന്തോഷത്തിനെ ഒരു പേഴ്സണിനെ പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സന്തോഷം അടുത്ത വീട്ടിലെ റൂഫിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, എന്നിട്ട് ഡിസപ്പിയർ ചെയ്യുന്നു അതിന് തോന്നുന്ന സമയത്ത്. അപ്പം പക്ഷികളൊക്കെ അല്ലേ അങ്ങനെ റൂഫ് ടോപ്പിലൊക്കെ വന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുക. അതുപോലെയാണ് സന്തോഷം. നെക്സ്റ്റ് ഹൗസിലെ റൂഫ് ടോപ്പിൽ വരുന്നു, പാട്ട് പാടുന്നു, എന്നിട്ട് അപ്രത്യക്ഷമാവുന്നു. എപ്പോഴാണോ അതിന് തോന്നുന്നത് അപ്പോ. യു ആർ ഹാപ്പി ഈതർ വേ. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ എന്ത് രീതിയിലായാലും നിങ്ങൾ ഹാപ്പിയാണ്. ഈവൻ ദ ഫാക്ട് ദാറ്റ് യു വൺസ് ലിവ്ഡ് ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ് ആൻഡ് നൗ ലിവ് ഓവർ എ ക്വാറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ് കനോട്ട് മേക്ക് യു അൺഹാപ്പി. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരിക്കൽ നിങ്ങൾ സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു ട്രീ ഹൗസിൽ ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ വളരെ നോയ്സി ആയിട്ടുള്ള പൊടിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ക്വാറിയുടെ അവിടെയാണ് താമസിക്കുന്നത്. ഇറ്റ് കനോട്ട് മേക്ക് യു അൺഹാപ്പി എന്നാണ് പറയുന്നത്. അത് നിങ്ങളെ അൺഹാപ്പി ആക്കുന്നില്ല. ഈതർ വേ യു ആർ ഹാപ്പി. അതായത് ജീവിതത്തിൽ എന്തെന്നെ ചേഞ്ച്, പുറമെ എന്തെന്നെ ചേഞ്ച് ഉണ്ടായാലും ഹാപ്പി ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. എവറിത്തിങ് ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഓരോന്നിനും അതിൻ്റെതായ ജീവനുണ്ട്. ഇറ്റ് ടു കുഡ് വേക്ക് അപ്പ് ഫിൽഡ് വിത്ത് പോസിബിലിറ്റീസ് ഓഫ് കോഫി, കേക്ക് ആൻഡ് റൈപ്പ് പീച്ചസ് ആൻഡ് ലവ് ഈവൻ ദ ഫ്ലോർ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ്, ദ സോയിൽ ലിനൻ ആൻഡ് സ്ക്രാച്ച് റെക്കോർഡ്സ്. ഇപ്പം ഓരോന്നിനും അതിൻ്റെതായ ജീവനുണ്ട്. അതിന്റെ ഓരോരുത്തരുടെയും ജീവിതം അല്ലെങ്കിൽ അവർ ഉണരുന്നത് തന്നെ കോഫി, കേക്ക്, അതുപോലെ തന്നെ റൈപ്പ് പീച്ചസിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഒക്കെ ആയിരിക്കാം. ലവ് ദ ഫ്ലോർ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ് ആൻഡ് സോയിൽ ലിനൻ ആൻഡ് സ്ക്രാച്ച് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത് അൺപ്ലസന്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഈ നമ്മൾ നിലം തുടയ്ക്കണം, അതുപോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ള ലിനൻ ക്ലോത്ത്സ് ഉണ്ട്, പിന്നെ റെക്കോർഡ്സ് സ്ക്രാച്ച് ചെയ്തതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയും ചിലപ്പോഴൊക്കെ നമ്മൾ സ്നേഹിക്കും എന്നാണ് പറയുന്നത്. അതും നമ്മളെ ഹാപ്പിയാക്കാം. അപ്പം പുറമെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവെ അത്ര സുഖമില്ലാത്ത കാര്യങ്ങൾ എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വരെ ഹാപ്പിനെസ് തരാം ഓരോ വ്യക്തികൾക്കും. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ജീവനും അതിൻ്റെതായ രീതികളും ഉണ്ടെന്നാണ് പറയുന്നത്. സിൻസ് ദർ ഇസ് നോ പ്ലേസ് ലാർജ് ഇനഫ് ടു കണ്ടെയ്ൻ സോ മച്ച് ഹാപ്പിനെസ്, യു ഷ്രഗ്, you raise your hands and it flows out of you into everything you touch.
അപ്പൊ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും സന്തോഷം അടക്കി വെക്കാനായിട്ടുള്ള അത്രയും വലിയൊരു സ്പേസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഷോൾഡേഴ്സ് ഷ്രഗ് ചെയ്യുന്നു, നിങ്ങളുടെ കൈ റേസ് ചെയ്യുന്നു, കൈ പൊന്തിക്കുന്നു, ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് യു ഇൻ ടു എവറിഥിങ് യു ടച്ച്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഹാപ്പിനെസ് നിങ്ങൾ തൊടുന്ന എല്ലാത്തിലേക്കും ഒഴുകുന്നു എന്നാണ് പറയുന്നത്. യു ആർ നോട്ട് റെസ്പോൺസിബിൾ, യു ടേക്ക് നോ ക്രെഡിറ്റ് ആസ് ദ നൈറ്റ് സ്കൈ ടേക്സ് നോ ക്രെഡിറ്റ് ഫോർ ദ മൂൺ ബട്ട് കണ്ടിന്യൂസ് ടു ഹോൾഡ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ആൻഡ് ഇൻ ദാറ്റ് വേ ബി നോൺ. അപ്പം പറയുന്നത് എന്താണ്, ആ ഹാപ്പിനെസിന്റെ ഫ്ലോയ്ക്ക് നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല, നിങ്ങളല്ല അതിന് കാരണക്കാരായിട്ടുള്ളത്. യു ടേക്ക് നോ ക്രെഡിറ്റ്, നിങ്ങൾ അതിന്റെ ക്രെഡിറ്റും എടുക്കുന്നില്ല. എന്നിട്ട് ആ ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്ന് പറയുന്നതിനെ താരതമ്യം ചെയ്യുന്നത് എന്തിനോടാണ്? നൈറ്റ് സ്കൈനോടാണ്, രാത്രിയിലെ ആകാശത്തിനോട്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആകാശം മൂണിനെയും സ്റ്റാർസിനെയും ഒക്കെ വെച്ചിട്ട് ആ ലൈറ്റ് പരത്തുന്നു, പക്ഷെ അതിന് ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്പ്രെഡായി പോകുന്ന സന്തോഷം അങ്ങനെ പോയിക്കോട്ടെ, നിങ്ങൾ അതിന് റെസ്പോൺസിബിൾ അല്ല, നിങ്ങൾ അതിന്റെ ക്രെഡിറ്റും എടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പം സന്തോഷത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇത് അല്ലെ. അപ്പൊ വിഷമം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്നൊന്നും അറിയില്ല. അപ്പം ഈ പോയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്, പല പല കാര്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് അത്. അപ്പം എന്താണ്, അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷമുള്ള ആളുകളിൽ നിന്ന് അത് പുറത്തോട്ട് ഫ്ലോ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഓരോരുത്തരുടെ ഉള്ളിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അവരുടേതാണ്, അവരുടെ ഉള്ളിലുള്ളതാണ്. അത് പുറമേ ഉള്ള സാഹചര്യങ്ങൾ മാറി എന്ന് വിചാരിച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ലാസ്റ്റ് പറയുന്നത് രാത്രിയുള്ള ആകാശത്തില് ചന്ദ്രനുണ്ട്, സ്റ്റാർസ് ഉണ്ട്, അങ്ങനെ ലൈറ്റ് ഒക്കെ പകരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ട, ക്രെഡിറ്റും എടുക്കണ്ട എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അപ്രിസിയേഷൻ നോക്കാം കേട്ടോ. Appreciation of the poem So Much Happiness. The poem So Much Happiness is written by the Palestinian American poet Naomi Shihab Nye, known for her simple yet thought-provoking style of writing. അപ്പം ഈ ഒരു സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള പോം എഴുതിയിട്ടുള്ളത് പാലസ്തീനിയൻ അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള നവോമി ഷിഹാബ് നൈ ആണ്. അവര് ഫേമസ് ആയിട്ടുള്ളത് തന്നെ ഫോർ ഹെർ സിമ്പിൾ യെറ്റ് തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ എന്താണ്, വായിക്കുന്നവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ആ രചനയ്ക്കാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. ത്രൂ ദിസ് പോം ദ പോറ്റ് എക്സ്പ്ലോർസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാഡ്നെസ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ഹൗ ഡിഫറെന്റ്ലി ഹ്യൂമൻ ബീയിങ്സ് റിലേറ്റ് ടു ഈച്ച് ഓഫ് ദീസ് ഇമോഷൻ. ഈ ഒരു കവിതയിലൂടെ പോറ്റ് എന്താണ് ചെയ്യുന്നത്, എക്സ്പ്ലോർസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്. എന്താണ് സാഡ്നെസ്സും ഹാപ്പിനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻഡ് ഹൗ ഡിഫറെന്റ്ലി ഹ്യൂമൻ ബീയിങ്സ് റിലേറ്റ് ടു ഈച്ച് ഓഫ് ദീസ് ഇമോഷൻസ്. എത്ര ഡിഫറെന്റ് ആയിട്ടാണ് ഓരോ മനുഷ്യരും ഇതിലെ ഓരോ ഇമോഷൻസിനെ ആയിട്ടും റിലേറ്റ് ചെയ്യുന്നത് എന്നും കൂടെ നോക്കുന്നുണ്ട്. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഇസ് ദാറ്റ് സാഡ്നെസ് ഗിവ്സ് എ പേഴ്സൺ സംതിങ് ടു ഹോൾഡ് ഓൺ ടു ആൻഡ് വർക്ക് വിത്ത്, ലൈക്ക് എ wound that can be tended with lotion and cloth, or broken pieces that can be picked up like ticket stubs or change. അതായത് ഈ ഒരു പോത്തിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, സാഡ്നെസ് എന്ന് പറയുന്നത് മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യം ഹോൾഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാനോ വിട്ടു തരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, മുറിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്രോക്കൺ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് എടുക്കേണ്ടത്, കൂട്ടിച്ചേർത്ത് വെക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സാഡ്നെസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹാപ്പിനെസ് ഓൺ ദി അതർ ഹാൻഡ് കെ നോട്ട് ബി കൺട്രോൾഡ് ഓർ പൊസസ്ഡ്. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കൺട്രോൾ ചെയ്യാനോ നമ്മളുടെ പക്കൽ വെക്കാനോ പറ്റാത്തതാണ്. പൊസസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെ നമ്മളുടേതാക്കി കയ്യിൽ പിടിച്ച് വെക്കാനൊന്നും പറ്റാത്ത ഒരു സാധനമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഫ്ലോട്ട്സ് ഫ്രീലി, ലാൻഡ്സ് wherever it wishes, sings and disappears on its own will. അപ്പം എന്താ, അത് ഫ്ലോട്ട് ചെയ്യുന്നു ഫ്രീ ആയിട്ട്, എവിടെയാണോ അതിന് ഇറങ്ങാനായിട്ട് തോന്നുന്നത് അവിടെ പോകുന്നു, പാട്ട് പാടുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്, ഔട്ട് ഓഫ് ഇറ്റ്സ് ഓൺ വിൽ, അതായത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹാപ്പിനെസ് ഇതൊക്കെ ചെയ്യുന്നത്. The poet suggests that a truly happy person remains happy regardless of their surroundings, whether they live in a peaceful tree house or over a noisy
query because happiness does not depend on perfect external conditions. അപ്പം പോയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഹാപ്പി ആയി തന്നെ ഇരിക്കും, റിഗാർഡ്ലെസ് ഓഫ് ദെയർ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവരുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അവര് വളരെ സമാധാനത്തോട് കൂടിയിട്ട് ഒരു ട്രീ ഹൗസിൽ താമസിച്ചാലും വളരെയധികം സൗണ്ട് ഉള്ള ഒരു കോറിയുടെ അവിടെ താമസിച്ചാലും ഹാപ്പിനെസ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് പുറമേയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. ഈവൻ ഓർഡിനറി തിങ്സ് ലൈക്ക് എ ഫ്ലോർ ദാറ്റ് നീഡ് സ്വീപ്പിംഗ് ഓർ ഓൾഡ് സ്ക്രാച്ച് റെക്കോർഡ്സ് ക്യാൻ ക്യാരി ദെയർ ഓൺ ക്വയറ്റ് ജോയ്. അതായത് ഓർഡിനറി തിങ്സ് ആയിട്ടുള്ള സാധാരണ കാര്യങ്ങളായിട്ടുള്ള ഫ്ലോർ ദാറ്റ് നീഡ് സ്വീപ്പിംഗ്, അതായത് നമ്മൾ അടിക്കുകയും തുടക്കുകയും വൃത്തിയാക്കൊക്കെ ചെയ്യേണ്ട ഒരു ഫ്ലോറ്. ഞാൻ നേരത്തെ പോയത്തിന്റെ ഭാഗത്ത് തുടയ്ക്കാന്നാ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സ്വീപ്പ് എന്ന് പറയുമ്പോൾ അടിക്കുക എന്നല്ലേ, അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. പോയത്തിന്റെ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ തുടയ്ക്കുക, മോപ്പ് ദ ഫ്ലോർ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്, ആ ഓർമ്മയിൽ പറഞ്ഞതാണ്. അപ്പം അടിച്ചു വാരി വൃത്തിയാക്കാനുള്ള ഒരു ഫ്ലോർ കണ്ടാലും അല്ലെങ്കിൽ പണ്ടത്തെ ഇങ്ങനെ സ്ക്രാച്ച് ആയ റെക്കോർഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു നിശബ്ദമായിട്ടുള്ള ജോയ് ഉണ്ട്, ഒരു സന്തോഷം ഉണ്ടെന്നാണ് പറയുന്നത്. ദ പോം എൻഡ്സ് വിത്ത് a beautiful comparison between a happy person and the night sky, just as the night sky does not create the moon or take credit for it, but simply holds it and lets its light shine for the world to see. A person does not create or ഓൺ ദെയർ ഹാപ്പിനെസ് ഈതർ. അതായത് ഈ പോം അവസാനിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ കമ്പാരിസണിലാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യത്തിലാണ്. ബിറ്റ്വീൻ എ ഹാപ്പി പേഴ്സൺ ആൻഡ് ദ സ്കൈ, ഒരു സന്തോഷമുള്ള വ്യക്തിയും ഒരു നൈറ്റ് സ്കൈയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിലാണ് കവിത അവസാനിക്കുന്നത്. ജസ്റ്റ് ആസ് ദ സ്കൈ ഡസ് നോട്ട് ക്രിയേറ്റ് ദ മൂൺ ഓർ ടേക്ക് ക്രെഡിറ്റ് ഫോർ ഇറ്റ്. അതായത് ആ രാത്രിയുള്ള സ്കൈ അല്ല മൂണിനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് എടുത്തത്, but simply holds it and lets its light shine for the world to see. ആ മൂണിനെ ആ സ്കൈയിൽ വെക്കുന്നു, എന്നിട്ട് ലോകം കാണാനായിട്ട്, ലോകത്തിന് വെളിച്ചം കൊടുക്കാനായിട്ട്, ആ ഒരു ഷൈൻ കാണിക്കാനായിട്ട് മൂന്ന് നിൽക്കാനുള്ള ഒരു സ്ഥലം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് രാത്രിയിലെ സ്കൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ എ പേഴ്സൺ ഡസ് നോട്ട് ക്രിയേറ്റ് ഓർ ഓൺ ദെയർ ഹാപ്പിനെസ് ഈതർ. അതുപോലെ തന്നെ മനുഷ്യര് സ്വന്തമായിട്ടുള്ള ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദേ സിംപ്ലി ക്യാരി ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഫ്ലോ ഔട്ട് ഇൻ ടു എവറിത്തിങ് അറൌണ്ട് ദം. അവരെന്താ ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നു ഹാപ്പിനെസ്സിനെ. മനുഷ്യര് ഹാപ്പിനെസ്സിനെ ക്യാരി ചെയ്യുന്നു, എന്നിട്ട് ചുറ്റുള്ള എല്ലാത്തിലേക്കും അത് ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ദ ഷെയറിംഗ് ദാറ്റ് എ പേഴ്സൺ ട്രൂലി ബിക്കംസ് നോൺ. അങ്ങനെ ഇതുപോലെയുള്ള ഷെയറിംഗിൽ കൂടെയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. The poet uses several poetic devices to bring out this idea effectively. ആ പോയിറ്റ് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ഐഡിയ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സോണിഫിക്കേഷൻ ഇസ് യൂസ് ടു ഡിസ്ക്രൈബ് ഹാപ്പിനെസ് ആസ് എ ലിവിംഗ് ബീങ് ദാറ്റ് ലാൻഡ്സ്, സിങ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ്. അപ്പം പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള പോയറ്റിക് ഡിവൈസ് ആണ് എന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? ടു ഡിസ്ക്രൈബ് ഹാപ്പിനെസ് ആസ് എ ലിവിംഗ് ബീങ്. ഈ ഹാപ്പിനെസ്സിനെ ഒരു ജീവനുള്ള സാധനമായിട്ട് ചിത്രീകരിക്കാനായിട്ട് പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നു? ജീവനുള്ള ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നു? റൂഫ് ടോപ്പിൽ ലാൻഡ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു. ഇമേജറി ഇസ് യൂസ്ഡ് through references to a wound, ticket stubs, coffee cake, ripe peaches and scratch records, which make the abstract idea of happiness feel real and relatable. പിന്നെ മേൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇമേജറിയും യൂസ് ചെയ്തിട്ടുണ്ട്. പല പല എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ഇസ് യൂസ് ബിറ്റ്വീൻ സാഡ്നെസ് വിച്ച് ക്യാൻ ബി ഹെൽഡ് ആൻഡ് മാനേജ്ഡ് ആൻഡ് ഹാപ്പിനെസ് വിച്ച് കനോട്ട് ബി ഹെൽഡ് ഡൗൺ. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അതായത് സാഡ്നെസ് എന്ന് പറയുന്നതിന് നമുക്ക് ഹോൾഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്നല്ലേ പറയുന്നത്, പക്ഷെ ഹാപ്പിനെസ്സിന് അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഒതുക്കി നിർത്താനൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. പിന്നെ സിമ്പിൾ
symbolism is present in the tree house, which stands for peace, and the quarry, which stands for hardship, as well as in the closing image of the moon and the sky. അതുപോലെ സിംബോളിസം എന്നുള്ള പോയിറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ട്രീ ഹൗസ് എന്നുള്ളത് സമാധാനത്തിന് സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ്. അതുപോലെ തന്നെ ക്വാറി എന്ന് പറയുന്നത് നോയ്സിനെയും സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ രാത്രിത്തെ സ്കൈനെയും മൂണിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ സിംബോളിസത്തിൽ വരുന്നതാണ്. The final lines also form an extended metaphor comparing human happiness to moonlight that is received and shared rather than owned. ലാസ്റ്റ് ലൈനിൽ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറും ഉണ്ട് എന്നാണ് പറയുന്നത്. മെറ്റഫർ എന്ന് പറയുമ്പം സിമിലി എന്നുള്ള കാര്യത്തിലാണെങ്കിൽ നമ്മൾ ലൈക്ക് വെച്ചിട്ടാണ് ആ സംഭവത്തിനെ താരതമ്യം ചെയ്യുക. പക്ഷെ മെറ്റഫർ ലൈക്ക് എന്നുള്ളൊരു വാക്ക് ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഒരു താരതമ്യം നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ഹാപ്പിനെസിനെ മൂൺലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. രാത്രിയുള്ള ആകാശത്തിൽ മൂൺലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് ഒരുപാട് അധികം ഉണ്ടാവുമ്പോൾ സ്പ്രെഡ് ചെയ്യുന്നു, പുറത്തോട്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആണ്. ദ ടോൺ ഓഫ് ദ പോം ഇസ് കാം, റിഫ്ലെക്റ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ. Through simple everyday images, the poem conveys a deep message that happiness is not something we achieve or deserve credit for, but something we are lucky enough to receive and pass on to others. അപ്പോൾ പോയത്തിന്റെ ടോൺ എന്ന് പറയുന്നത് വളരെ കാം ആയിട്ടുള്ള, റിഫ്ലെക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. അതിൽ സിമ്പിൾ എവ്രിഡേ ഇമേജസ് ഉണ്ട്. അതായത് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊന്നും തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് അല്ല. അത് വായിക്കുമ്പോൾ ഇന്ന സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ പോയറ്റ് കൺവേസ് എ ഡീപ്പ് മെസ്സേജ്. അങ്ങനെ ഇതിലൂടെയൊക്കെ പോയറ്റ് ചെയ്യുന്നത്, ഒരു ഡീപ്പ് ആയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഹാപ്പിനെസ് ഇസ് നോട്ട് സംതിങ് വി അച്ചീവ് ഓർ ഡിസേർവ് ക്രെഡിറ്റ് ഫോർ. എന്താണ് ആ മെസ്സേജ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് അർഹിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബട്ട് സംതിങ് വി ആർ ലക്കി ഇനഫ് ടു റിസീവ് ആൻഡ് പാസ് ഓൺ ടു അതേഴ്സ്. നമ്മൾക്ക് നേടാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്ന ഒന്നാണ്. ദിസ് മെസ്സേജ് മേക്സ് ദ പോം മീനിങ്ഫുൾ ആൻഡ് റെലവെന്റ് സിൻസ് ഇറ്റ് ടീച്ചസ് ദാറ്റ് ട്രൂ ജോയ് ലൈസ് നോട്ട് ഇൻ പൊസസിങ് ഹാപ്പിനെസ് ബട്ട് ഇൻ ഷെയറിങ് ഇറ്റ് ഫ്രീലി വിത്ത് ദ വേൾഡ് അറൗണ്ട് us. അപ്പം ഈ ഒരു മെസ്സേജ് തന്നെയാണ് ഈ പോത്തിനെ മീനിങ് ഫുൾ ആക്കിയിട്ട്, അതായത് അർത്ഥവത്താക്കിയിട്ട് മാറ്റുന്നത്. അതുപോലെ തന്നെ റെലവെന്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റുന്നത്. ഈ ഒരു കവിതയുടെ അർത്ഥവും പ്രസക്തിയും എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തിൽ തന്നെയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ട്രൂ ജോയ് എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ലൈസ് നോട്ട് ഇൻ പൊസസിങ് ഹാപ്പിനെസ്. സന്തോഷം നമ്മളുടെ പക്കൽ ഉണ്ടാവുക എന്നുള്ളതിലല്ല ശരിക്കുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ ട്രൂ ജോയ് എന്ന് പറയുന്നത്. ശരിക്കും അത് എന്തിലാണുള്ളത്? ബട്ട് ഇൻ ഷെയറിങ് ഇറ്റ് ഫ്രീലി വിത്ത് ദ വേൾഡ് അറൗണ്ട് us. അത് നമ്മൾ ചുറ്റുമുള്ള ലോകത്തിന് ഷെയർ ചെയ്യുന്ന സമയത്താണ് അത് യഥാർത്ഥ ഹാപ്പിനെസ് ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഒരാളുടെ കൈവശം വെക്കാനുള്ള സാധനമല്ല ഹാപ്പിനെസ്. സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ആവുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.